വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്നും പുത്തുമലയിൽ നടന്നു. തിരിച്ചറിയാത്ത 2 പേരുടെയും 4 പേരുടെ ശരീരാവശിഷ്ടങ്ങളുമാണ് ഇന്ന് സംസ്കരിച്ചത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇന്നും 2 പേരുടെ മൃതദേഹം അടക്കം സംസ്കാരം നടന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ, ഇന്ന് പുത്തുമലയിലെ ശ്മശാനത്തിൽ 2 മൃതദേഹവും 4 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് മറവ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടായിരുന്ന സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. തൊട്ടു പിന്നാലെ സർവ്വമത പ്രാർത്ഥനയും നടത്തി. വിവിധ മതഭാഗങ്ങളിലുള്ള അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയ ശേഷം അന്തിമ ഉപചാരം സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും വേണ്ടി വിവിധ ജനപ്രതിനിധികൾ അർപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ എല്ലാ ബഹുമതികളോടെയും ആദരവോടുകൂടിയാണ് ഈ മൃതദേഹവും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ഈ സംസ്കരിക്കുന്ന അവിടേക്ക് എത്തിച്ചത്. പിന്നീട് ഏറെ ദുഃഖത്തോടെ തന്നെയാണ് ആളുകൾ, ചുറ്റും കൂടി നിന്ന ആളുകളും സന്നദ്ധ പ്രവർത്തകരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ അവർക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളെ ആകാം ഈ സംസ്കാര ചടങ്ങ്, അവരുടെ സംസ്കാര ചടങ്ങാണ്. എന്നിരുന്നാൽ പോലും എങ്ങനെയാണോ സ്വന്തം ബന്ധുക്കളെയും സ്വന്തം ബന്ധുമിത്രാദികളെയും ഉറ്റവരെയും യാത്രയാക്കുന്ന അതേ ആദരവോടുകൂടി തന്നെയാണ് അതിൽ പങ്കെടുത്ത സന്നദ്ധ സേവകരും ഉൾപ്പെടെയുള്ളവർ ആ കർമ്മം നിർവഹിച്ചതു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിയാത്ത ആളുകളുടെ ശരീരഭാഗങ്ങളും അതുപോലെ അവരുടെ മൃതദേഹങ്ങളുമാണ് ഇവിടെ അടക്കം ചെയ്യുന്നത്. അതിനാൽ തന്നെ DNA പരിശോധനയുടെ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ കുഴിമാടത്തിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം തന്നെയാണ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഈ DNA പരിശോധനാ ഫലം വെച്ചുകൊണ്ട് തിരിച്ചറിയുവാണെങ്കിൽ ബന്ധുക്കൾക്ക് എത്തി അന്തിമ ഉപചാരം അർപ്പിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് മതപരമായ പ്രാർത്ഥനകളോ മറ്റോ നടത്താൻ അവർക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. വളരെ മാതൃകാപരമായ കാര്യം തന്നെയാണ്. ഒരു ദുരന്തത്തിൽ അകപ്പെടുകയും മരണപ്പെടുകയും പിന്നീട് തിരിച്ചറിയപ്പെടാത്തൊരു സാഹചര്യം, അത് അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാകണം ഒരു പരിഷ്കൃത സമൂഹം അവരോട് കാട്ടേണ്ട ആദരവ്, ആ ആദരവെല്ലാം തന്നെ കാട്ടിക്കൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നും നടന്നത്. ഇതുവരെ 180 ശരീരഭാഗങ്ങളും 39 മൃതദേഹമാണ് പുത്തുമലയിലെ സംസ്ഥാനത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത്. അത് ഇനിയും നാളെയും ഒരുപക്ഷെ തുടരും. ഇന്ന് കണ്ടുകിട്ടിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന ഫലം പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം നാളെയും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും പുത്തുമലയിലെ ശ്മശാനത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട അതേ സാഹചര്യം തന്നെയാണ്. ഏറെ വേദനാജനകമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ കാഴ്ചയാണ് പുത്തുമലയിലെ ശ്മശാനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നിരവധി കുഴിമാടങ്ങളുണ്ട്. അവിടെ ഒരു കല്ലിൽ DNA നമ്പറും പിന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പുഷ്പചക്രം മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ആകുമ്പോൾ 180 അതുപോലെ തന്നെ 39 മൃതദേഹങ്ങളുടെ കൂടി 200-ലധികം വരുന്ന കുഴിമാടങ്ങൾ നൽകുന്ന ഒരു ഏറെ വേദന, അതായത് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തീർത്തും വരച്ചു കാട്ടുന്ന ഒരു ദൃശ്യം കൂടിയായി മാറുകയാണ്. എന്നിരുന്നാലും അത്തരമൊരു വേദനയുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും ഒറ്റക്കെട്ടായി മനുഷ്യൻ ഒന്നാണെന്ന സന്ദേശം കൂടി ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാതിമത വേർതിരിവില്ലാതെ ഒരുമിച്ച് എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് അന്ത്യയാത്ര നൽകുന്ന കാഴ്ചയും പുത്തുമലയിൽ കാണുവാൻ സാധിക്കുന്നത്. അജിംഷാദ്. ശരി, സുജു ടി ബാബുവാണ് ഇന്നത്തെ വിവരങ്ങൾ നൽകിയത്.